ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിന് ഇന്ന് തുടക്കമായി. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. കോഹ്ലി, രാഹുൽ, ശ്രേയസ് തുടങ്ങിയ താരങ്ങളൊന്നും തന്നെ ടീമിലുണ്ടായിരുന്നില്ല. അതുപോലെ KS ഭരതനെയും പുറത്താക്കി. മൊത്തത്തിലൊരു അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. സർഫറാസ് ഖാൻ, ധ്രുവ് ജുറേലൊക്കെ ടീമിലുണ്ടായിരുന്നു. ഇപ്പോഴിതാ രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രോഹിത്തും ജഡേജയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രോഹിത് ശർമ്മ ഇപ്പോൾ സെഞ്ചുറിയും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ജയ്സ്വാളും രോഹിത് ശർമ്മയുമായിരുന്നു. തുടക്കം തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. പിന്നീട് വന്നത് ഗില്ലായിരുന്നു. ഗില്ല് വന്നതും പോയതും വേഗത്തിലായിരുന്നു. താരം ഇന്ന് ഡക്കിലാണ് പുറത്തായത്. ശേഷം രജിത് പരിഡാർ ക്രീസിലെത്തി. താരത്തിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 5 റൺസ് എടുത്ത് താരവും ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യ ശരിക്കും ഒന്ന് അടിപതറി. 33 റൺസിൽ ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് ഇന്ത്യ തോൽക്കുമെന്ന് എല്ലാവരും കരുതി. കാരണം ഇന്ത്യക്ക് ഇനി ബാറ്റേഴ്സ് അധികമില്ല. സീനിയർ താരങ്ങൾ എല്ലാം തന്നെ റസ്റ്റിലാണ്. ഈ സമയത്താണ് രോഹിത് ശർമ്മ ജഡേജ ഇറക്കിയത്. പിന്നീട് ഇന്ത്യയുടെ 1 വിക്കറ്റ് പോലും പോയിട്ടില്ല. നിലവിലിപ്പോൾ രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എടുത്തിട്ടുണ്ട്. 33 റൺസിൽ 3 വിക്കറ്റാണ് ഇന്ത്യയുടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് രോഹിത് ശർമ്മയും ജഡേജയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത്. രണ്ടുപേരും ഇപ്പോൾ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ. രോഹിത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. രോഹിത്തിന് നല്ലൊരു സപ്പോർട്ട് ജഡേജ കൊടുക്കുന്നുണ്ട്. ജഡേജ ഇപ്പോൾ 72 റൺസ് എടുത്തിട്ടുണ്ട്. രോഹിത് ശർമ്മ 114 റൺസും. ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സർഫറാസ് ഖാൻ ഇറങ്ങാനുണ്ട്. അതുപോലെ ഇന്ത്യയുടെ കീപ്പർ ധ്രുവ് ജുറേലാണ്. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 300+ റൺസ് എടുക്കുമെന്നത് ഉറപ്പാണ്. രോഹിത് ഇന്ന് ഫോം ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഓൾ ഔട്ട് ആയേനെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.